ഇന്ന് ചെറിയൊരു നോമ്പുതരന്റെ വിശേഷങ്ങളാട്ടോ. ഒരു കുഞ്ഞു നോമ്പുതരാണ് ഞാനും മിസ് ഹാനികൂടെ. നോമ്പ് തുറക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ സമയം 6:28 ഇതുവരെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടില്ല. അല്ലെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു ഇതാണല്ലോ നമുക്കുള്ളത്. ഇതുവരെ എത്തിയില്ല. ഗൈസ്, ബാങ്ക് കൊടുത്തതിന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടന്നിട്ട് എത്തണില്ല. ആൻഡ് ഫൈനലി ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ എത്തി. കുഴപ്പമില്ല. നല്ല നേരത്തെ വന്നില്ലേ? പക്ഷെ എത്ര നേരത്തെ ആവേണ്ടേനു. പക്ഷെ എൻ്റെ നല്ലവരായ ഫ്രണ്ട്സ് കുറേ വീഡിയോസ് എടുത്ത് വെച്ചോണ്ട് എൻ്റെ വ്ളോഗിലേക്ക് കുറച്ച് വീഡിയോസ് ഉണ്ട്. പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഓരെടുത്ത് വെച്ചിരിക്കും. ഒന്നിലും ഞാനില്ല. നോമ്പ് കഴിയാനാകുമ്പോഴാണ് നോമ്പറിനെ പറ്റി ഓർമ്മ. ഇതെന്നെ 4 മണിക്ക് വിളിച്ചിട്ട് അവളിനോട് പറയുന്നത് നോമ്പറൊക്കെ ഈ വീട്ടിലേക്ക് പോരുമെന്ന്. എന്ത് ചെയ്യാൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചെറുതായിട്ട് ടാക്സിയിൽ എത്താത്തതിൻ്റെ ഫോണൊന്ന് വെച്ച് മറന്ന് നല്ല ചേട്ടനായോണ്ട് വിളിച്ചറിഞ്ഞപ്പോൾ കൊണ്ടെത്തുന്നത്. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ഫ്രീ ആയിട്ട് കൊണ്ടെത്തുന്നത് എൻ്റെ അമ്മായിൻ്റെ മോനൊന്നല്ലല്ലോ ഫ്രീ ആയിട്ട് കൊണ്ടെത്തരാൻ. അതിനുള്ള പൈസ കൊടുത്തേക്കണം. ഇനി മേലാൽ എനിക്ക് സമയം നോക്കാനോട് ഫോൺ തരില്ല പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മെയിൻ കോഴ്സ് ആയിട്ടുള്ള ബിരിയാണിയിലേക്ക് കിടക്കാം. ബിരിയാണി ഇല്ലാതെ എന്ത് നോമ്പറ. എൻ്റെ 2 ഫ്രണ്ട്സിനെ ഞാൻ കറാമയിലവിടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് വേഗം വേറെ ടാക്സി സീനിരുന്നു. വല്ല വണ്ടർല റൈഡാണോ നിന്റെ ഡൗട്ട്. എൻ്റെ ഫലമായ സംശയം ഇവൻ്റെ കാമുകിനായിട്ട് അടിച്ചു പിരിഞ്ഞു വന്നു. അമ്മാരി പോക്കാ പോണേ. എന്തോ ബാഗ് കൊണ്ട് ഞങ്ങൾ ജീവനോടൊക്കെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഞാൻ എത്തിട്ടോ. അപ്പോൾ കറാമയിൽ എന്തൊക്കെയോ തിന്ന് നടക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇവരെത്തിയത്. ഇവരെന്തൊക്കെയോ തിന്ന് കഴിഞ്ഞു. ഞാൻ വന്ന ഒന്നുകൂടി തിന്നണം. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എന്ത് കഴിച്ചാലും നമ്മൾ വീഡിയോ എടുക്കണല്ലോ അല്ലേ? അതാണല്ലോ അതിൻ്റെ രീതി. കറാമത്തെ ഫുഡ് ഫെസ്റ്റിവൽ ലാസ്റ്റ് ഡേ ആയതാ തോന്നുന്നുണ്ട്. ഒട്ടും തിരക്കില്ലായിരുന്നു. തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട് എന്നാട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ കഴിക്കാത്തതും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതും ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു പാനിപൂരി എന്ന് പറയുന്ന സാധനം. പക്ഷേ വീഡിയോക്ക് വേണ്ടി കഴിച്ചല്ലേ പറ്റൂ. വീഡിയോ എടുക്കുമ്പോൾ പിന്നെ എല്ലാം കഴിക്കും. ഇനി സ്വല്പം ക്യൂട്ട്നെസ് ആവാം അല്ലേ? ആ മുഖത്തേക്ക് നോക്കിക്കേ എന്തൊരു ചൈതന്യം. കണ്ണി കണ്ട ഒരു വിധം സ്ട്രീറ്റ് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഫൈനലായിട്ട് ഒരു അൽഫാമൊക്കെ ആയാലല്ലേ അതങ്ങോട്ട് ഹൈറാവുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലൊക്കെ പോയിട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.